ഞാനീ പോയി നിൽക്കുന്നത് സൂര്യൻ്റെ അണ്ണാക്കിലാണോന്നൊന്നും ആരും ചിന്തിക്കേണ്ട. S24 അൾട്ര കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പലതും നമുക്ക് കാണാം. ആൻഡ് ഡോണ്ട് മിസ് ദ സൂം ഔട്ട്. ഓക്കെ, നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ദൂരത്താണെന്നറിയോ, പക്ഷെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളം കയ്യിലിരിക്കണ പോലെ തോന്നും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നൊരു കാര്യമാണ്, എന്തേ ഇത്ര പെട്ടെന്ന് നേരം പോകണമെന്ന്. എന്ന് പറഞ്ഞാൽ ദിവസങ്ങളൊക്കെ ദാന്നും പറഞ്ഞ് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നെയാണ് പോണത്. ഇപ്പോഴല്ലേ അതിൻ്റെ സീക്രട്ട് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. ഈ സൂര്യന് ഭയങ്കര വെപ്രാളാണെന്നേ. ഈ ചന്ദ്രനെ ഒന്ന് അസ്തമിക്കാൻ കൂടി പുള്ളി സമ്മതിക്കണില്ല. ചന്ദ്രൻ പകുതിയിൽ എത്തുമ്പോഴേക്കും സൂര്യൻ വീണ്ടും വരെയല്ലേ. ഇവർ തമ്മിലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്കും തോന്നിയിട്ടില്ല ഇപ്പോൾ പണ്ടത്തെക്കാലം മുന്നേ നേരം പോകുന്നുണ്ട്, പെട്ടെന്ന് ദിവസങ്ങൾ തീരുന്നുണ്ട്, മാസങ്ങൾ തീരുന്നുണ്ട്. ഇതാ ഇപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 2024 ന്യൂ ഇയറിൽ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തതൊക്കെ 2 ആഴ്ച മുന്നേ എടുത്ത പോലെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. എനിവേ, ഇറ്റ്സ് മീ യുവർ കൊറിയൻ ഗേൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീണ്ടും റിയാദിന് പോയി. ഞങ്ങൾ ഓൾറെഡി അബഹയ്ക്ക് വരുന്നതിന് മുന്നേ റിയാദിൽ ഇറങ്ങിയിട്ടാണ് അബഹയ്ക്ക് വന്നത്. ഇപ്പോൾ മറ്റൊരു ബിസിനസ് ആവശ്യമായിട്ട് വീണ്ടും റിയാദിലോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ചില കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും, അന്ന് ഞങ്ങൾ ഫുള്ള് നൈറ്റായിരുന്നു ട്രാവൽ. അപ്പോൾ അന്ന് മിസ്സായ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. കഴിഞ്ഞ വർക്കത്തിൽ മിസ്സായ ഏറ്റവും വലിയ കാര്യമായിരുന്നു ഈ കണ്ണെത്താത്ത ദൂരത്തോളം കിടക്കുന്ന ഈ മരുഭൂമി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കാണിച്ചു തന്നിട്ട് ചേട്ടായി പറയുന്നുണ്ടായിരുന്നു, അത് ഇത്രയും മരുഭൂമിയാണ്, ഇത് ഇത്രയും മരുഭൂമി. പക്ഷെ ഫുൾ ഇരുട്ട് മാത്രം ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഇത്തവണ അതെന്തായാലും മിസ് ചെയ്തില്ല. കുറച്ച് നേരം ഇറങ്ങി നിൽക്കണം, അങ്ങ് കുറച്ച് ദൂരം നടക്കണം എന്നൊക്കെ ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ചുട്ടു പൊള്ളണ വെയിലായിരുന്നു. കണ്ണ് തുറന്നൊന്ന് നോക്കാൻ പോലും പറ്റാത്തത്ര വെയിലും, പിന്നെ ഒരു ഇച്ചിരി പൊടിക്കാറ്റും കൂടെ എണ്ണാക്കലടിച്ച് കയറിയപ്പോഴേക്കും പിന്നെ പതിയെ റിവേഴ്സ് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ടൊന്ന് വീഡിയോ എടുത്ത് എന്തായാലും വച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെ ഒരു നല്ല നല്ല ഓർമ്മകളാണ്. നാളത്തെ സമയത്ത് നമുക്ക് ഓർത്തു വയ്ക്കാൻ ഇങ്ങനെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നായാലും നല്ല നല്ല കുറേ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് ഞാനിങ്ങനെ ഓരോരോ ചെറിയ മൊമെൻറ്റ്സും ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വയ്ക്കേണ്ടത്. അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റിയാദിലേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിൽ പല മരുഭൂമികളും ഇപ്പോൾ കുറച്ച് നാളായിട്ട് മഴയായത് കാരണം പച്ചപ്പ് കാണുന്നുണ്ട് അവിടെ എവിടെയൊക്കെ. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ റിയാദ് സിറ്റിയിലേക്ക് ഏകദേശം എത്താറായി. ഇതൊക്കെ എന്തൊക്കെയോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. റിയാദിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ രാജഭരണത്തിൻ്റെ അങ്ങനെ എന്തോ കുറേ സെറ്റപ്പാണ്. പിന്നെ കുറേ നമ്മൾ കണ്ടിരുന്ന് പോകുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ പാലങ്ങളുടെ വർക്കായാലും ഇത് ഇങ്ങനെ ചെയ്തു വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പുറമുള്ള ബിൽഡിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയും അതൊരു ഡെക്കറേഷനായിട്ട് ചെയ്തു വെച്ചേക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്ര ഭംഗിയുള്ളതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷെ ഇവർ ഓരോ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ ഡേ ആയതുകൊണ്ട് എല്ലായിടത്തും പച്ചമയമായിരുന്നു. പോകുന്ന വണ്ടികളിലും അടുത്തുള്ള ബിൽഡിങ്ങുകളിലും അങ്ങനെ എല്ലാ സ്ഥലത്തും പച്ചമയമായിരുന്നു. പിന്നെ ഞാൻ ഈ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞത് ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റർ കണ്ടപ്പോൾ ഞാൻ അറിയാണ്ട് എൻ്റെ ആകാംക്ഷ കൊണ്ട് വീഡിയോ എടുത്തതാണ്. കാരണം ഞാനിവിടെ വന്നിട്ട് റെനോൾട്ടിൻ്റെ വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ വണ്ടി റെനോൾട്ടാണല്ലോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഒരു ആകാംക്ഷ കൊണ്ട് എടുത്തതാണ്. പിന്നെ അന്ന് രാത്രിയിൽ ഞങ്ങൾ കിങ് അബ്ദുള്ള പാർക്കിൽ പോയി. അവിടെ തന്നെ ആയാൽ പോലും എന്താ പറയുക, ക്രിയേറ്റിവിറ്റി ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ചേട്ടായി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കമ്പനീസിൻ്റെയും ഹെഡിലിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം മലയാളികളാണെന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇത്രയും ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ബുദ്ധി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യുക, പുറത്തു പോയി അവരുടെ ബുദ്ധി അവർക്ക് ആ രാജ്യത്തിന് കൊടുക്കും. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ ഈ പാർക്കിൽ പോയ ദിവസം അന്ന് അവിടെ എന്ത് ഷോയാണെന്ന് അറിയില്ല, എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റേഡിയം ഫുള്ളായിരുന്നു, പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടായിരുന്നില്ല. ഒരു 10 വട്ടം കിടന്ന് ചുറ്റി. ഈ ഹൈഡ്രജൻ ബലൂൺ പറന്ന് പോണ കണ്ടപ്പോൾ എനിക്ക് നാട്ടിലെ ഉത്സവങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഉത്സവ സീസൺ ആവാറായി. ഇനിയിപ്പോൾ എല്ലാവരും സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് ആത്മകഥം
പറഞ്ഞ് അല്ലെങ്കിൽ ആത്മഹത്യത്തിൽ ഇരിക്കാനാണ് എൻ്റെ യോഗം. ആമി ആദ്യം നല്ല ഉറക്കമായിരുന്നു ചേട്ടാ, എടുത്തിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ അവിടെ വന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റൈഡ് കണ്ടപ്പോഴേക്കും അവളുടെ ഉറക്കം എല്ലാം മാറി. അതിലൊക്കെ ഇറങ്ങി സമ്മതിച്ചതോട് കൂടിയിട്ട് ആള് ഭയങ്കര ഹാപ്പിയായി. പക്ഷെ എന്താ ചെയ്യുക, പാതി ചെല്ലണ പാതാളം എന്ന് പറയണ പോലെ അന്ന് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്ന കാരണം അവിടേക്കാണ് ഫുൾ ആള്. സ്റ്റേഡിയത്തിലൊരു സൂചി കുത്താൻ അവിടെ അല്ലാണ്ട് ആളായിരുന്നു. അപ്പോൾ ഇന്ന് പാർക്കിൽ ആളുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല, എല്ലാ റൈഡും ഓഫായിരുന്നു. ഇന്ന് പോയിട്ട് നാളെ വരാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആമി ആകെ സെഡായി. പിന്നെ ആകെ കൂടി അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു ട്രെയിനാണ്. ആ പാർക്കിന് ചുറ്റും 20 റിയാലോ 11 റിയാലോ അങ്ങനെ മറ്റോ കൊടുത്തിട്ട് ഇതിൽ കയറിയ ഒരാൾക്ക് ഇരുന്ന പെർ പേഴ്സൺ ആണ് കേട്ടോ. അവിടോട്ട് കയറുന്നതിന് നമ്മൾ പാർക്കിലോട്ട് എൻട്രൻസ് ഫീ തന്നെ പെർ ഹെഡ് 11 റിയാലാണ്. പിന്നെ ഓരോ റൈഡിൽ കയറുന്നതിനും അത്ര തന്നെയാണ് എമൗണ്ട് വീണ്ടും നമ്മൾ പേ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ 3 പേരും കൂടി 11 റിയാൽ കൊടുത്തിട്ട് ആ ട്രെയിനിൽ കയറി കണ്ടു. അവിടെ ഇരുന്നപ്പോഴേക്കും ഒരു വാട്ടർ ഫൗണ്ടെയിൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പാർക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഇതാണ് ആദ്യം കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയിൽ നിന്ന് വലിയ കാര്യത്തിൽ ചാടി ഇറങ്ങി ഫൗണ്ടെയിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും അതും ഓഫായി. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ദിവസമല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പോണ വഴിയിൽ ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട്, ചെറുതായിട്ടല്ല മണി വലുതായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോയി. ഇനി നാളെ തിരിച്ച് അബഹയ്ക്ക് പോകണം. പിന്നെ പോകുന്ന വഴിയിൽ ചെറിയ 1-2 സ്പോട്ടുകളുണ്ട്, അവിടേക്കൊന്ന് കയറി ഇറങ്ങി പോകണം എന്നാണ് ആഗ്രഹം. എന്താകും എന്നറിയില്ല. അപ്പോൾ റിയാദിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടച്ച ബൈ ബൈ. ഓക്കെ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്.